الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون صدق الله العظيم. അടുത്തതായിട്ട് നമ്മോട് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ബോംബ് മഹലിന്റെ SBB പ്രസിഡന്റായിരിക്കുന്ന ജാക്കിർ ഹുസൈൻ അവരുടെയാണ് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, കുട്ടികളെ, നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മഹത്തായ സമസ്തയുടെ കീ ഘടകമായ SKSBBയുടെ വാർഷിക ദിനത്തിലാണ്. മാത്രമല്ല, പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബ് മജ്ലിസ് നടന്ന ഒരു മജ്ലിസുമാണ്. ഈ സദസ്സിൽ വെച്ച് തന്നെ അണ്ണമാൻ റേസ് മുസാബക കോമ്പറ്റീഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും ആദരിക്കുകയും ചെയ്യുന്നു. SKSBBയുടെ ഈ വാർഷിക ദിനത്തിൽ ദാറുൽ മദ്രസയുടെ കുട്ടികളായ നമുക്കും ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനായി. ഈ സദസ്സിൽ അത് പറയാൻ സാധിച്ചതും ഒരു അഭിമാന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത്, കഴിഞ്ഞ ദാറുൽ മദ്രസയിൽ വെച്ച് നടന്ന റബി ഫെസ്റ്റിന്റെ സ്റ്റേജ് ഒരുക്കി അതിനെ എല്ലാ നിലയിലും സഹായിച്ച് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇതുപോലെ ഇനിയും നന്മയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ SKSBB പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നീട്ടിയൊന്നും പറയുന്നില്ല. എന്റെ കർത്തവ്യം ഈ മഹത്തായ സദസ്സിന് സ്വാഗതം പറയുക എന്നതാണ്. ഈ സദസ്സിൽ സംഗമിച്ച എല്ലാ ഉസ്താദുമാരെയും കമ്മിറ്റി ഭാരവാഹികളെയും എല്ലാ വിദ്യാർത്ഥിനികളെയും എന്റെ പേരിലും SKSBBയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ വേദിയിൽ സംസാരിക്കുന്നത് നമ്മുടെ മഹലിന്റെ ഖതീബും നമ്മുടെ ദാറുൽ മദ്രസയുടെ സദുസ്താദുമായ ബഹുമാനപ്പെട്ട ഷരീഫ് വൈദി ഉസ്താദ് അവരുടെയാണ് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നത്. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفاضلين. أما بعد. പ്രിയമുള്ള ഉസ്താദുമാരെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, SKSBB ഫൗണ്ടേഷന്റെ ദിനാചരണത്തിന്റെ ഭാഗമായി ബഹുഫ്ലാത്ത് യൂണിറ്റ് SBB കമ്മിറ്റി സംഘടിപ്പിച്ച പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഹദ്ദാദ് റാത്തീബിന്റെ ഭക്തി സാന്ദ്രമായ മജ്ലിസിന് ശേഷം നമ്മൾ SKSBBയുടെ ഫൗണ്ടേഷന്റെ അതിന്റെ സ്ഥാപക ദിനം ആചരിക്കുമ്പോൾ എന്താണ് SKSBB, അതിന്റെ ലക്ഷ്യമെന്ത് എന്ന ഒരു ബോധ്യപ്പെടുത്തൽ മാത്രം നടത്തി ഇൻഷാ അല്ലാഹ് ഒരുപാട് പ്രഭാഷണങ്ങളും വിവരണങ്ങളും കൂടെ നടക്കാനുണ്ട്. അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് വഴിയൊരുക്കി കൊടുക്കുന്നതാണ്. കേരളത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ സംഘടന ലോകത്ത് തുല്യതയില്ലാത്ത ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച്
ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന. ആ കേരളവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു നാടാണ് നമ്മുടെ നാടാകുന്ന അന്തമാൻ ദ്വീപ്. കേരളത്തിൽ നിന്നും ഇതര പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ സന്ധിയിലെ സമരം ചെയ്തതിന്റെ കാരണത്താൽ കടത്തപ്പെട്ട പൂർവികരുടെ സ്മരണകൾ നിലനിൽക്കുന്ന ഒരു മണ്ണിൽ കേരളത്തിലെ ധാരാളം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പടപൊരുതിയ ധീര യോദ്ധാക്കളെ ഈ നാട്ടിലേക്ക് കടത്തപ്പെട്ടിട്ടുണ്ട്. അവരുടെ തലമുറയാണ് ഇന്നിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മക്കളും പേരമക്കളുമാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ആ കേരളവുമായി വലിയൊരു ബന്ധം നമുക്കൊക്കെ ഉണ്ട്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയോട് ഇവിടുത്തെ ആളുകൾക്കുള്ള സ്നേഹത്തിന്റെ അടുപ്പത്തിന്റെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സംഘടന നമ്മുടെ നാട്ടിലും വ്യാപകമായി അതിന്റെ ഓരോ കീഴ്ഘടകങ്ങളും ഇവിടെയും പ്രവർത്തിക്കാൻ തുടങ്ങി. കേരളത്തിലെ ഈ വലിയ സംഘടനയ്ക്ക് കീഴിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിലേറ്റവും വലിയ ഒരു പ്രവർത്തന മേഖലയാണ് വിദ്യാഭ്യാസ മേഖലയിൽ സമസ്ത നടത്തിയിരിക്കുന്ന വിപ്ലവം. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന ഈ ഏജൻസിക്ക് കീഴിൽ 10,000-കണക്കിന് മദ്രസകൾ പ്രവർത്തിക്കുന്നു. അതിലെ 22 മദ്രസ നമ്മുടെ ഈ അന്തമാൻ ദ്വീപിലാണ്. ഈ 10,000-കണക്കിന് വരുന്ന മദ്രസയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് SKSPV, സമസ്ത കേരള സുന്നി ഭാരവേദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടന. ഇവിടെ അന്തമാൻ ദ്വീപിലും ഈ 22 മദ്രസയിലെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് നേതൃത്വം നൽകാൻ ഇന്ന് SKSPV എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെട്ടു. അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലും മദ്രസയ്ക്ക് കീഴിലും ആ സംഘടന രൂപീകരിക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ അതിന്റെ നേതാക്കൾ, അതിന്റെ പ്രവർത്തകരൊക്കെ ധാരാളം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അൽഹംദുലില്ലാഹ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഈ കമ്മിറ്റിയും ഒരുപാട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന, ഏറെ അഭിമാനിക്കപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള SKSPVയുടെ സ്ഥാപകമായ ഫൗണ്ടേഷൻ ദിനമായ ഈ ദിനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വിപുലമായ ഈ പ്രോഗ്രാം, ഈ പരിപാടി എന്ന് പറയുന്നത്. അതിലേറെ നമുക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യം, 22ഓളം വരുന്ന മദ്രസ വിദ്യാർത്ഥികൾ മാറ്റുന്ന ഒരു കലാമേള നമ്മുടെ അന്തമാനത്തിന്റെ കീഴില് നമ്മുടെ അറബി കോളേജിൽ വെച്ച് നടന്നപ്പോ എല്ലാ മദ്രസയിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ പങ്കെടുത്തു. വിവിധങ്ങളായ ഇനങ്ങളില് വ്യത്യസ്തമായ മത്സര പരിപാടികളോട് അതിഗംഭീരമായ മുസാബഖ എന്ന പേരിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോ അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസയിൽ നിന്ന് 25 വിദ്യാർത്ഥികളാണ് ആ മത്സര പരിപാടിയിൽ പങ്കെടുത്തത്. ഈ 25 വിദ്യാർത്ഥികളില് 18 വിദ്യാർത്ഥികളും ട്രോഫിയുമായിട്ടാണ് തിരിച്ചു വന്നത്. വലിയ സന്തോഷമുള്ള കാര്യം. എത്രയോ മദ്രസയിൽ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തില് വലിയ കഴിവുള്ള പ്രഗത്ഭരായ വിദ്യാർത്ഥികളാണ് നമ്മുടെ മക്കള് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു സംഭവമായിരുന്നു മുസാബഖയുടെ ആ ചരിത്ര വിജയം. 25 വിദ്യാർത്ഥികൾ പങ്കെടുത്തപ്പോ 18 വിദ്യാർത്ഥികളും അൽഹംദുലില്ലാഹ് ട്രോഫിയുമായിട്ട് വന്നു. ചിലർക്ക് 3 ട്രോഫി ലഭിച്ചവരുണ്ട്, ചിലർ 2 നേടിയവരുണ്ട്, ചിലർ 1 നേടിയവരുണ്ട്. ഏതായാലും അന്ന് ട്രോഫി കിട്ടിയവർക്കും കിട്ടാത്തവർക്കും അൽഹംദുലില്ലാഹ് ഇന്ന് SKSPVയുടെ വകയായി എല്ലാവർക്കും ഇവിടെ സമ്മാനം ഗിഫ്റ്റ് നൽകപ്പെടുകയാണ്. അവരെ ആദരിക്കപ്പെടുകയാണ്. നമ്മുടെ മദ്രസയ്ക്ക് അഭിമാനമായ ഈ റേഞ്ചിൽ തന്നെ നല്ലൊരു കാഴ്ചവെച്ച നമ്മുടെ മദ്രസയെ തലത്തില് 3ാം സ്ഥാനത്തോടുകൂടെ, അതുപോലെ വൃദ്ധാ മത്സരത്തിൽ 2ാം സ്ഥാനത്തോടുകൂടെ നമ്മുടെ കഴിവ് തെളിയിച്ച ഈ മദ്രസയ്ക്ക് അഭിമാനമാകിയ നമ്മുടെ ഈ വിദ്യാർത്ഥികളെ ആദരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കണം. ആ ഒരു ചടങ്ങ് കൂടി ഇന്ന് നമുക്ക് ഈ പരിപാടികൾ നടത്തപ്പെടാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ. ഇനി നമ്മുടെ SKSPVയുടെ മക്കൾക്ക് കൂടുതൽ പ്രവർത്തനങ്ങളിലൂടെ
ഫലവത്താകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനത്തോടുകൂടി ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യതായിരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട സത്താർ ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام عباده الذين اصطفى أما بعد. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. محترم उस्ताद, कमेटी के बुजुर्ग, पेरेंट्स और प्यारे बच्चे, आप सभी जानते हैं हम यहाँ पे जमा होने का मकसद हमारा संगठन SKSPV यानी समस्त केरला सुन्नी बालवेदी का गठित होना दिन का एनिवर्सरी है। समस्त केरला जमइयतुल उलमा के अंतर्गत कार्यरत समस्त केरला इस्लाम मदद विद्याभ्यास बोर्ड के अंडर में तकरीबन 10,000 से ज्यादा मदरसा इंडिया में और कई जगहों में कार्यरत हैं, जिस मदरसों में एक मदरसा हमारा भी मदरसा है। बच्चे, समस्त केरला जमीयतुल उलमा के डायरेक्शन से, उनका नेतृत्व से, संस्था के निर्देश अनुसार 1993 इसका स्थापना हुआ। इसका स्थापना समस्त केरला जमीयतुल उलमा के उस वक्त के नेता KT वानो मुस्लिया उस्ताद के कार्यकाल में उमर अली शिहाब दंगल के दुआ के साथ, इजाजियत के साथ इसका गठन हुआ और इस संगठन के सबसे बड़ा मकसद हम एक विद्यार्थी, एक अच्छा विद्यार्थी बनना, इससे बढ़ के और कुछ भी नहीं है। आपकी जानकारी के लिए एक बात बता दें, पूरा एशिया में, पूरा इंडिया, पाकिस्तान, नेपाल, भूटान, चाइना, ये सब मिला के एक एशियन कंट्रीज होता है। पूरा एशिया में हमें अभिमान है, इससे बड़ा एक संगठन, इससे बड़ा ऑर्गेनाइजेशन स्टूडेंट के अंडर में आपको नहीं मिलेगा। समस्त केरला सुन्नी बालवेदी पूरी तरह संस्था के परचम के अंतर्गत, संस्था के झंडे के अंतर्गत 10 संगठन में सबसे निचला संगठन है, यानी विद्यार्थी संगठन है। इस संगठन में रह के हमको हमारे दीन के लिए, संस्था के लिए हमें बहुत कार्य करना है। उस कार्य करने के लिए हम सबसे ज्यादा, सबसे अहमियत हम अपनी पहचान एक अच्छा विद्यार्थी बनकर देना है।
SKSPV के गठित जो मेंबर्स हैं, आप लोगों से गुजारिश है, आप समस्त केरला जमीयतुल उलमा के हर एक नियम को उसी तरह आपके बाद में आने वालों को भी पहुंचाइए, ताकि हम एक अच्छी रूप से हमारा तालीम आगे लेकर जा सके। समस्त केरला के सेंट्रल काउंसिल में इसका स्थापना हुआ था। इसका मूल उद्देश्य, इसका जो असल मकासद है, वो एक विद्यार्थी बनकर संस्था के सभी नियम को पालन कर उसके नियम के अनुसार अपनी जिंदगी को आगे बढ़ाना और एक अच्छा मकाम हमसे यानी दीन को हासिल होना। हमने आपसे जिक्र किया, ये जो संगठन है पूरा एशिया में एक ऐसा विद्यार्थी संगठन आपको कोई भी ऑर्गेनाइजेशन में नहीं मिल पाएगा। तो आप सबसे गुजारिश है कि आप अपनी जिंदगी को समस्त केरला जमीयतुल उलमा के सभी सिद्धांत, सभी मूल जो अल्फाज हैं, उस पर अमल कर हमारी जिंदगी को अच्छी तरह गुजारें और इस गठित संगठन को अच्छी तरह आगे तक आपके बाद में आने वालों को भी पहुंचाएं। इसके अंदर में बहुत अच्छा कार्य करें, जिसका फलस्वरूप हमारे समस्त केरला जमीयतुल उलमा को अभिमान के रूप में हासिल हुए। आगे वालिदैन की अताअत के साथ अपने उस्तादों को इज्जत करें और अल्लाह की रिज़ा हासिल कर हमें इस दुनिया से रुखसत होना है। अल्लाह हमें नाफे इल्म से नवाजें। इतनी कहकर मैं अपना तकरीर को यहाँ समाप्त करता हूँ। व आखिर दअवाना अल्हम्दुलिल्लाहि रब्बिल आलमीन। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। അടുത്തതായി നമ്മുടെ ഈ വേദിയിൽ ആശംസാ പ്രസംഗം അർപ്പിക്കുന്നതിന് വേണ്ടി മഹല്ല് പ്രസിഡന്റ് അഷ്റഫ് ഹാജി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ് കാർണൂർ കാസർ ഭായി, അതേമാതിരി നമ്മുടെ സെക്രട്ടറി സൈദലി ഹാജി, ഹാജി ഉസ്താദ്, ബാക്കി ഇവിടെ കൂടിയിരിക്കുന്ന മൂസ ഉസ്താദ് കണ്ടില്ല, മുമ്പിലിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, സംഘടന ഓർഗനൈസേഷനാണ്. അത് മലയാളം സമയത്ത് അപ്പൊ അതെന്ന് പറഞ്ഞാൽ വലിയ ഒരു സ്ഥാപനമാണ്. സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10,400 ചില്ലാനും മദ്രസ നടത്തുന്ന, മൊത്തം ഇന്ത്യയിൽ 10,000 അതാമല്ല, അപ്പോൾ 21 മദ്രസ ഉള്ളൂ. അപ്പൊ അത്രയും വലിയ ഒരു സ്ഥാപനം. അതിനുള്ള SKSF, SKSPV, കുട്ടികളുടെ ചെറിയ കുട്ടികൾ ഗംഭീരമായ മുന്നിലേക്ക് പോകാനായിട്ട്, അതായത് SKSPV SKSF-ലാവും, പിന്നെ പള്ളി കമ്മിറ്റി സമസ്തയായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാപണ്ഡിതന്മാർ എന്താ പറയുന്നത് അത് അംഗീകരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സംഘടന. അൽഹംദുലില്ലാഹ്, എല്ലാ മക്കളും ഇത് മനസ്സിലാക്കണം. വളരെ നിസ്സാരമായിട്ട് എടുക്കരുത്. ചെറുപ്പത്തിലുള്ള
ശീലം തന്നെ വലുതാവുമ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിലും എനിക്ക് പറയാനുള്ളത് ഈ കുട്ടികൾ SKSBV പ്രവർത്തകര് അവരുടെ കുഞ്ഞുമക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക, വീട്ടിൽ പറഞ്ഞു കൊടുക്കുക, ഇന്ന സംഗതി എന്താ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഉസ്താദ്മാർ പഠിപ്പിച്ച് തരുന്നത്. നമ്മളെ ഭൗതിക വിദ്യാഭ്യാസത്തിന് കൂടെ തന്നെ ദീനുൽ ഇസ്ലാമിന്റെ പഠിപ്പും അതിന്റെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം. അവരെന്നെ വിജയമാവുള്ളൂ. बात समझ में आया ना भाई? अभी आप डॉक्टर बनने मांगता, इंजीनियर बनने मांगता, कुछ भी बनने मांगता आप बनो, इस्लाम में कोई मना नहीं है, लेकिन उसका साथ साथ में आपको दीन इस्लाम को भी लेके चलना है. नमाज को कायम रखना, अम्मा अब्बा का बात सुनना, बड़ों को आदर करना, रेस्पेक्ट करना सीखो. समझ गया ना? सुबह मदरसा में बुलाएगा, सुबह में एक ही बार में उठ जाओ, ज्यादा तंग नहीं करना माँ बाप को. वो भी सुन्नत है. आप अपना माँ बाप को परेशान नहीं करना है. आप अपना बुजुर्गों को, उस्तादों को, बड़े भाइयों का जो भी है जिसका साथ भी रहना है, सही तरीका से इखलास के साथ रहना, ये सबसे हमारा दीन सिखाता है. तो इंशाल्लाह आज के दिन हम ज्यादा कुछ बोलता ही है, प्रोग्राम ज्यादा है. आप सभी को शुभकामनाएं देता हूँ. വളരെ ആശംസകൾ കൊടുക്കുന്ന നമ്മുടെ ഉസ്താദന്മാർക്കും അതേമാതിരി ഉസ്താദന്മാരുടെ മെയിൻ റോളാണ് SKSBV കുട്ടികൾക്ക് ഒരു മുൻഗണന എടുക്കാനുള്ള ഒരു അവസരം ഉസ്താദന്മാരെ കിട്ടണം. അപ്പൊ അവർക്ക് അല്ലാഹു തആല അതെല്ലാം കബൂൽ ചെയ്യട്ടെ ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അതിനുള്ള തക്കതായ പ്രതിഫലം നൽകുവാനാകട്ടെ എന്നും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി റഞ്ചിന്റെ പരിപാടിയിൽ വളരെ നല്ല രീതിയിൽ പരിപാടി അവതരിപ്പിച്ച് സമ്മാനം കരസ്ഥമാക്കിയ ഒരു പരിപാടിയാണ് കഥ പറയൽ ജുമാന. अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुहू. मोहतरम उस्ताद और मेरे प्यारे दोस्तों, मुबारका के इस मजलिस में मैं आपके सामने हमारे प्यारे हुजूर अकरम सल्लल्लाहु अलैहि वसल्लम के बारे में एक छोटी सी कहानी पेश करना चाहती हूँ. अल्लाह ताला करने और सुनने की तौफीक अता फरमाए. आमीन या रब्बल आलमीन. एक मर्तबा हमारे प्यारे नबी कुछ सहाबाओं के साथ बैठे हुए थे. तभी एक बुजुर्ग खातून नबी की बारगाह में हाजिर हुई, इजाज़त मांगी और अंगूर की एक थैली पेश की और कहा, हुजूर मैं खास ये अंगूर आपके लिए लाई हूँ, आप तनव्वुल फरमाइए. हुजूर क्योंकि अंगूर खाना पसंद फरमाते थे और अंगूर खाने लगे. खाते खाते अंगूर खत्म हो गए और बुजुर्ग खातून को बहुत बहुत शुक्रिया अदा करते हुए जाने की इजाजत दी. बुजुर्ग खातून जाते ही सहाबाओं ने नबी से अर्ज किया, या रसूलल्लाह आपने हमें अंगूर क्यों नहीं दिया? आपने पूरा अंगूर खा लिया और हमें खाने को पूछा तक नहीं. रसूलल्लाह ने जवाब दिया, यकीनन हमने आपको अंगूर नहीं दिया क्योंकि उस अंगूर के गुच्छे में एक भी अंगूर मीठा नहीं था. अगर हम आपको खाने को देते तो आप उस अंगूर के खट्टेपन से ऐसा मुंह बनाते जो बुजुर्ग खातून को बहुत बुरा लगता, जो हम हरगिज़ पसंद नहीं करते. तो दोस्तों, ये हमारी नबी की सज्जनता है या दरिया दिली है. तो अल्लाह ताला हमें अपनी नबी की सुन्नत पर अमल करने की तौफीक अता फरमाए. आमीन या रब्बल आलमीन. अस्सलाम वालेकुम. അടുത്തത് ഉറുദു പ്രസംഗം സഹബാസ്. अस्सलाम वालेकुम वरहमतुल्लाहि तआला वबरकातुहू. बिस्मिल्लाहिर्रहमानिर्रहीम. अल्हम्दुलिल्लाहि रब्बिल आलमीन वल आकिबतु लिल मुत्तकीन. अस्सलातु वस्सलाम अला अशरफिल मुरसलीन व अला आलिहि व सहबिहि अजमईन. अम्मा बाद. बिस्मिल्लाहिर्रहमानिर्रहीम. या अय्युहल्लज़ीना आमनु तक़ुल्लाहा व कूनू मअस सादिक़ीन. क़ाल हबीबुना मुहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम, यदुल्लाहि अलल जमाअह. आज मुसाबका होने वाली प्रोग्राम समझता के 100 साल के इस मौजू में कुछ देर बातें करना चाहता हूँ. और मैं शुक्रगुजार हूँ कि मुझे इस मौके से नवाजा गया. अल्लाह ताला समझता के जो उलमा है उन महानों के साथ जन्नत में दाखिल होने और जन्नत में ठहरने की तौफीक अता फरमाए.
अल्लाह ताला कुरान मजीद में फरमाता है कि ईमान रखने वालों के साथ हमें अपनी ज़िंदगी गुजारनी चाहिए। ऐसा अल्लाह ताला ने कुरान मजीद में फरमाया। और नबी सल्लल्लाहु अलैहि वसल्लम ने फरमाया, यदुल्लाहि अलल जमाअ, यानी अल्लाह की मदद जमात के साथ है, अकेले रहने वाले के साथ नहीं। जो सबके साथ मिलजुल कर रहता है उसके साथ अल्लाह की मदद, अल्लाह की हिफ्ज़ रहती है। समस्ता केरला जमीयतुल उलमा ऐसा एक अंजुमन बनाया गया। इस अंजुमन में केरला के बड़े बड़े उलमाओं के नाम भी शामिल हैं। सैयद वरकल मुल्ला कोया तक्कल साहब ने इसका शुरुआत करते हुए आज इसकी जिम्मेदारी सैयद मुतकोया ज़ुबरी बंगल के हाथ में दिया है और ऐसा 100 साल होने वाला है। लोगों को सही दिशा दिखाते हुए आगे बढ़ते हुए आज समस्ता केरला जमीयतुल उलमा इस मकाम पर पहुंचा है। अल सुन्नत वल जमात की हिफाजत के लिए 1956 में इस अंजुमन को बनाया गया। उस वक्त बातिल कौम के बहुत लोग आकर फितना फसाद कर रहे थे। उस जमाने में सैयद बरकत मुल्ला कोया तंगल और शमसुल उलमा जैसे महान लोगों ने आकर इस संगठन का शुरुआत किया, जिसे आज हम समस्ता केरला जमीयतुल उलमा के नाम से जानते हैं। अब समस्ता केरला जमीयतुल उलमा के कामों की बात करें तो आज समस्ता केरला जमीयतुल उलमा के अंदर 10,000 मदरसा, बहुत एमपी कॉलेज और टेक्निकल इंजीनियरिंग कॉलेज और सब समस्ता केरला जमीयतुल उलमा के नीचे है। दीन की सरगर्मियों को लोगों तक पहुंचाने के लिए SYS, सुन्नी योजना, SKSF, समस्ता केरला सुन्नी फेडरेशन जैसे महान संगठन को आज मेहनत करते हुए इस मकाम पर पहुंचे हैं। और केरला में ही नहीं, केरला के बाद भी समस्ता केरला जमीयतुल उलमा का परचम लहराया जा रहा है। समस्ता के जो उलमा हैं उन महानों को मोहब्बत करते हुए उनके आदर्श पर चलते हुए अपनी ज़िंदगी गुजारना हमारी जिम्मेदारी है। अल्लाह तौफीक अता फरमाए। वाखिर दावाना अल्हम्दुलिल्लाहि रब्बिल आलमीन। अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। അടുത്തത് ഉറുദു പ്രസംഗം മുഫീദ്. अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। औज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। वल आक़िबतु लिल मुत्तक़ीन। अस्सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिहि व सहबिहि अजमाइन। अम्मा बाद। औज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। क़ाल हबीबुना सल्लल्लाहु अलैहि वसल्लम, अल इल्मु हयातुल इस्लाम। प्यारे ईमान वालों, आज के इस मजलिस में मैं दीनी तालीम मौजू पे आपके सामने कुछ बातें पेश करना चाहता हूँ। अल्लाह तौफीक अता फरमाए। अल्लाह हमें इल्म नाफी से नवाजे, आमीन। अल्लाह ताला ने अपने कुरान में फरमाया, क्या इल्म हासिल करने वाला या आलिम और जादिल एक बराबर है? हुजूर अकरम सल्लल्लाहु अलैहि वसल्लम ने फरमाया, अल इल्मु हयातुल इस्लाम। इल्म यानी तालीम इस्लाम की जिंदगी है या जीवन रेखा है। उतलुबुल इल्म वलऊ कान बिसीन। रसूलुल्लाह फरमाते हैं, आप चाइना में तक जाकर इल्म हासिल कीजिएगा। इन अल्फाजों से हमें इल्म की फजीलत याद दिलाती है। इल्म से इंसान है, इल्म नहीं तो इंसान हैवान है। इल्म होने से ही इंसान कहलाता है, अगर इल्म ना हो तो इंसान हैवान कहलाता है, जो आप इस शायरी में मालूम कर सकते हैं। एक सच्चे ईमान वाले की सबसे बड़ी मकसद आखिरत की मेज यानी आखिरत में जीत हासिल करना है, और आखिरत की जीत सिर्फ और सिर्फ दीनी तालीम से ही हासिल हो सकती है। इस तरह के मकसद को पाने के लिए समस्ता केरला जमीयतुल उलमा विद्याभ्यास बोर्ड जैसे महान केंद्र को रूप दिया, जिसके जरिए हमें मदरसा तालीम की तौफीक अदा हुई। हमारे देश के कई हिस्सों में इस तरह के मदरसा संविधान ना होने की वजह से वह इलाके दीन की मालूमात से महरूम है, जो हमें बड़ी दुख पहुंचाते हैं। इसलिए इस तरह के इलाकों में मदरसा तालीम पहुंचाने के लिए हमें कड़ी मेहनत करनी है और दीन इस्लाम के परचम को लहराना है। हमारे अमल को सही करने के लिए दीनी तालीम बहुत जरूरी है। आवाम के साथ कैसे पेश आना है, दूसरों के साथ कैसे व्यवहार करना है, यह हमें दीन बेहतर सिखाता है। इसलिए हमारे जिंदगी को सही रास्ते में लेकर जाने और अहलुस सुन्नत वल जमाअह के मुकद्दस रास्ते पर चलने के लिए और हमें सही इंसान बनने के लिए दीनी तालीम हासिल करना हम पर वाजिब है।
आज हमें इल्म आसानी से हासिल हो सकता है, इसलिए हर बार जरिया जिसके द्वारा हम इल्म हासिल करते हैं उसे अपनी जिंदगी में अपनाएं और नेक इंसान बनने की कोशिश करें। अल्लाह हमें इल्मुन नाफी हासिल करने की तौफीक अता फरमाए। बाकी दावाना अल्हम्दुलिल्लाहि रब्बिल आलमीन। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। അടുത്തതായി മലയാള പ്രസംഗം മുഹമ്മദ് അഫ്താബ്. अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। बिस्मिल्लाहिर रहमानिर रहीम। वल आकिबतु लिल मुत्तकीन। सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिहि व सहबिहि अजमईन। अम्मा बाद। औज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनु तक़ुल्लाह व कूनू मअस सादिक़ीन। क़ाल हबीबुना मुहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम യദുല്ലാഹി അലൽ ജമാ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുസാബഖ എന്ന് പറയുന്ന ഈ മത്സര വേദിയിൽ അവസരം നൽകിയതിനു വേണ്ടി ആദ്യമായി ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. സമസ്ത നൂറിന്റെ നിറവിലാണ് വളരെ പ്രസിദ്ധമായ ഒരു വിഷയം ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവന്റെ ഖുർആനിൽ പറയുന്നു, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, നിങ്ങൾ സത്യസന്ധരുടെ ആവുകയും ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. യദുല്ലാഹി അലൽ ജമാ. സംഘടിതമായ സമയത്തിൽ അല്ലാഹുവിന്റെ ശക്തി ഉണ്ടാവും, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും. ഈ രക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണല്ലോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ ബഹിതമായ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ആധികാരിക പരമോന്നത പണ്ഡിത സഭ ആണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാനായ വരക്കൽ മുല്ല കോയ തങ്ങൾ, സയ്യിദുൽ ഉലമ സയ്യിദുൽ ജിഫ്രീൽ മുത്ത കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന മലിതമായ പ്രസ്ഥാനം നൂറാണ്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം പുലർത്താൻ വേണ്ടി ചിലർ മുന്നോട്ട് വന്നപ്പോൾ അവരെ വിചാരിക്കാൻ വേണ്ടിയാണ് സമസ്ത വിചാരിച്ചത്. ആ കാലത്തിൽ ഉള്ള തഖ്വയുള്ള പണ്ഡിതന്മാരാണ് അതിന്റെ നേതൃത്വം നൽകുന്നത്. 200 ആണ്ടിന്റെ അടിയിൽ വലിയൊരു വൈജ്ഞാനിക ഉത്ഭവം സമസ്ത ശ്രദ്ധിച്ചു. 10,000-ലധികം മദ്രസകൾ സമസ്ത നേതൃത്വം നൽകുന്നു. ധാരാളം അറബി കോളേജും സമസ്ത പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ കാലത്തിലുള്ള സംഘടനകളാണ് സമസ്ത ജനങ്ങളുടെ അടിയിൽ സ്വാധീനം ഉച്ചരിച്ചത്. ശംസുൽ ഉലമ ഇപ്പോഴും മഹാന്മാരുടെ നേതൃത്വമാണ് സമസ്തക്ക് ഊർജം നൽകുന്നു. സമസ്തയുടെ ഒന്ന് വലിയ വിശേഷിക്കുന്ന SYS യുവതലമുറ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. SKSSF വിദ്യാർത്ഥിക തലമുറ ദീനിനെ മതചിട്ടിയെ ഊർപ്പിക്കാൻ കഴിഞ്ഞു. SKSBV അതിന്റെ പ്രയോജനമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹം കൊണ്ട് ശരിയായ റൂട്ടിലേക്ക് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ എല്ലാവർക്കും അല്ലാഹു സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കാനും തൗഫീഖ് നൽകട്ടെ. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായിക്കൊണ്ട് മുസാബഖയിൽ വിജയികളായവർക്ക് സർട്ടിഫിക്കറ്റും സമ്മാനദാനവുമാണ് അടുത്തതായി നടക്കാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അന്നമാ റേഞ്ചിന്റെ 22 മദ്രസകളിലെ വിദ്യാർത്ഥികൾ മാറ്റി നിരച്ച മുസാബഖ എന്ന് പറയുന്ന മത്സരവേദി ദാറുൽ മദ്രസയ്ക്ക് വേണ്ടി 80 പോയിന്റ് സമ്മാനിച്ച നമ്മുടെ വിദ്യാർത്ഥികൾ, അവർക്ക് റേഞ്ച് കമ്മിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റ് വിതരണം, അതോടൊപ്പം നമ്മുടെ SKSBVയുടെ വക പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള സമ്മാനം ഇതാണ് ഇവിടെ വിതരണം ചെയ്യാൻ പോകുന്നത്. വളരെ അഭിമാന കലർന്ന ഒരു നിമിഷമാണ് നമുക്കുള്ളത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ നേട്ടം നേടിയെടുക്കാൻ നമുക്കായി എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് SKSBVയുടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ അതിലും വിദ്യാർത്ഥികൾ വളരെ പ്രഭാഷണത്തിലൂടെ തിളങ്ങിയ ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ഈ വിദ്യാർത്ഥികൾ കഴിവുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന
ഒരുമിക്കുന്ന ഒരു സംഗമം കൂടിയാണ് നമ്മുടെ ഈ വേദി. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് ഇവരെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അവർക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നു. പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മഹലിന്റെ കാരണവർ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. മുഹമ്മദ് അൻസാസ്, മുഹമ്മദ് അഫ്താബ്, സീനിയർ മലയാള സ്പീച്ച്, സെക്കൻഡ് പ്രൈസ്. ഹഫീസ അനീഫ്, സെക്കൻഡ് പ്രൈസ്, സബ് ജൂനിയർ സ്പെല്ലിംഗ് ടെസ്റ്റ്. മുഹമ്മദ് അൻഫാസ്, തേർഡ് പ്രൈസ്, സബ് ജൂനിയർ ഖിറാഅത്ത്. മുഹമ്മദ് നാസിർ, തേർഡ് പ്രൈസ്, സീനിയർ അസാൻ. മാഹിറ ഫാത്തിമ, തേർഡ് പ്രൈസ്, കിഡീസ് സോങ്. ജുമാന ഫാത്തിമ, സെക്കൻഡ് പ്രൈസ്, കിഡീസ് സ്റ്റോറി ടെല്ലിംഗ്. മുഹമ്മദ് മാഹിർ, സെക്കൻഡ് പ്രൈസ്, ജൂനിയർ ഖിറാഅത്ത്. ഷഹബാസ്, സെക്കൻഡ് പ്രൈസ്, സീനിയർ ഉറുദു സ്പീച്ച്. മഹല്ല് സെക്രട്ടറി കുഞ്ഞാപ്പാക്കാൻ ക്ഷണിക്കുന്നു. മുഹമ്മദ് മുഫീദ്, സെക്കൻഡ് പ്രൈസ്, ജൂനിയർ ഉറുദു സ്പീച്ച്. മുഹമ്മദ് അബാ നസറുദ്ദീൻ, സെക്കൻഡ് പ്രൈസ്, കിഡീസ് ഡ്രോയിങ്. മുഹമ്മദ് ഹാഷിർ, സെക്കൻഡ് പ്രൈസ്, ബുർദ. മുഹമ്മദ് ഷഫീഖ്, സെക്കൻഡ് പ്രൈസ്, ബുർദ. ജാക്കിർ ഹുസൈൻ, ബുർദ, സെക്കൻഡ് പ്രൈസ്. മുഹമ്മദ് നാസിർ, സെക്കൻഡ് പ്രൈസ്, ബുർദ. മുഹമ്മദ് മുസ്തഫ, സെക്കൻഡ് പ്രൈസ്, ബുർദ. മുഹമ്മദ് തയ്യബ്, സെക്കൻഡ് പ്രൈസ്, ബുർദ. മുഹമ്മദ് മാഹിർ, ഫസ്റ്റ് പ്രൈസ്, ജൂനിയർ അസാൻ. ഹഫീസ അലീം, ഫസ്റ്റ് പ്രൈസ്, സബ് ജൂനിയർ ഹാൻഡ് റൈറ്റിംഗ്. ഹഫീസ. മുഹമ്മദ് സഫ്വാൻ, ഫസ്റ്റ് പ്രൈസ്, സീനിയർ ഖിറാഅത്ത്. മഹല്ല് സെക്രട്ടറി പ്രസിഡന്റ് അഷ്റഫ് ഹാജി ക്ഷണിക്കുന്നു. ഉസ്താദുമാർക്കുള്ള മത്സരത്തില് ഷെരീഫ് ഫൈസി, അറബിക് സ്പീച്ച്, സെക്കൻഡ് പ്രൈസ്. മുഹമ്മദ് മാഹിർ, ബുർദ മജ്ലിസ്, സെക്കൻഡ് പ്രൈസ്. ഉസ്താദ്മാരുടെ മത്സരത്തിൽ അബ്ദുൽ സത്താർ ഉസ്താദ്, മാലിക് ഗ്രൂപ്പ് സോങ്. ഷംസുദ്ദീൻ ഉസ്താദ്, മുഅല്ലിം ഗ്രൂപ്പ് സോങ്. ഷംസുദ്ദീൻ ഉസ്താദ്, ഫസ്റ്റ് പ്രൈസ്, മുഅല്ലിം അസാൻ. ഇനി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനമുണ്ട്. കൊടുക്കുന്നതിന് വേണ്ടി മഹല്ല് മെമ്പർ അബ്ദുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. മാഹിറ ഫാത്തിമ, ജുമാന ഫാത്തിമ,
അബാ നസറുദ്ദീൻ, ഹഫീസ അനീഫ്, താനിയ ഖാത്തൂൻ, അൻഫാസ്, ഫർഹാൻ नहीं आया, मोहम्मद सफवान 4ാം ക്ലാസ്, मोहम्मद माहिर, मुफीद, असलम, मुश्ताक हुसैन, अज़ा फातिमा, क्या हसीना, सत्तार उस्ताद ने शरीक हसीना, मोहम्मद सफवान 7ാം ക്ലാസ്, नाजिद, मोहम्मद नाजिद, आफ्ताब 7ാം ക്ലാസ്, शहबाज, सफीरा, आसना बीबी, मोहम्मद मुस्तफा बुर्दा, जाकिर हुसैन, हाशिर, तोय्यब, शफीक, നമ്മുടെ പരിപാടി അവസാനിക്കാൻ പോവുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഫായിസ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू। मोहतरम स्टाफ कमेटी के बुजुर्ग मेंबर और मेरे प्यारे दोस्तों, यहाँ मैं शामिल हुए सभी लोगों का शुक्रिया करने के लिए आया हूँ। आप लोगों का ज़्यादा वक्त ज़ाया करे बिना एक ही अल्फाज में शामिल सभी को तहे दिल से इसके बीवी के सदर के हासिल पे सभी को शुक्रिया करता हूँ। अल्लाह हमें नाफिल इल्म से नवाजे। सल्लल्लाहु वसल्लम अलल नूरिल मुबीन अहमदल मुस्तफा सय्यदुल मुरसलीन सल्लल्लाहु वसल्लम अलल नूरिल मुबीन अहमदल मुस्तफा
മത്സരത്തിൽ വിജയിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ആളുകൾ ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം.